ഹലോ വെൽക്കം ബാക്ക് ടു മൈൻ ഹെന്ന. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മൈലാഞ്ചി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോയേ അല്ല. ഇപ്രാവശ്യത്തെ ഓണത്തിന് നമ്മൾ ഓണസദ്യ ഉണ്ടാക്കി. കുട്ടികൾ പറഞ്ഞിട്ട് ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് ഓണസദ്യ ഉണ്ടാക്കിയത്. ഓണസദ്യയിൽ എന്തൊക്കെ ഉണ്ടാക്കിയതെന്നാണ് കാണിച്ചു തരാൻ പോകുന്നത്. ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പി കാര്യങ്ങളൊന്നുമില്ല, പക്ഷേങ്കിൽ എന്തൊക്കെയാണ് ആക്കിയതെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ തലേന്ന് രാത്രി തന്നെ കുറച്ച് ലിസ്റ്റെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അയിലിൻ്റെ വക വലിയൊരു ലിസ്റ്റ് ഉണ്ട്. അപ്പോൾ അതും കൊണ്ട് നമ്മൾ ടൗണിലേക്ക് പോകുന്ന കുറച്ച് പച്ചക്കറി വാങ്ങണം. അതിൻ്റെ ഇടയിൽ പൂവ് കണ്ടു, അപ്പോൾ പൂവും കുറച്ച് മുല്ലപ്പൂ വാങ്ങി. കുറേ തപ്പിപ്പിടിച്ച് ഇലയും കിട്ടി. ഷിമോഗയിലുള്ള ഒരു സ്ട്രീറ്റാണ് ഇത്, ഗാന്ധി ബസാർ എന്ന് പറഞ്ഞിട്ടുള്ള. ഇവിടെ കിട്ടാത്തൊരു സാധനവും ഇല്ല കേട്ടോ. അങ്ങനെ നമ്മൾ പച്ചക്കറികളെല്ലാം സ്ഥിരം വാങ്ങുന്ന ഒരാളടുത്ത് തന്നെ പച്ചക്കറികളെല്ലാം വാങ്ങിച്ച് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തുമ്പോഴത്തേക്ക് രണ്ടാൾ ഡ്യൂട്ടി ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ടായിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ കൊടുത്തത് കറിവേപ്പില മുറിച്ചിടാനാണ്. അപ്പോൾ അത് നല്ല അടിപൊളിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ കുക്കുംബറും ക്യാരറ്റെല്ലാം മുറിച്ച് വെച്ചിട്ടുണ്ട്. ആദ്യം ഇഞ്ചി, പച്ചമുളക്, ഇഞ്ചി, ചിറ്റുള്ളി ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം റെഡിയായി കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കാൻ നല്ല കുറച്ചുകൂടി എളുപ്പമായിരിക്കും. എല്ലാം സാധനങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ടാകുമ്പോൾ അപ്പോൾ നമ്മൾ കൊണ്ടുവന്ന് ഇതെല്ലാം കഴുകാൻ വേണ്ടി വെച്ചിട്ടുള്ളത്. മല്ലിച്ചപ്പും കറിവേപ്പിലയും ഇതെല്ലാം കഴുകി. പിന്നെ ചോറ് വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ കടല കുറച്ച് രാത്രി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു, അത് കഴുകിയെടുക്കുന്നുണ്ട്. പിന്നെ ആദ്യൻ്റെ വകയാണ് ഇപ്രാവശ്യത്തെ സംഭാരം, അതും റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളാരും ഒന്നും വിചാരിക്കരുത് എൻ്റെ 2 മൂക്കും അടഞ്ഞിട്ടുള്ള ഈ വോയിസ് ചെയ്യുമ്പോൾ. അപ്പോൾ അതൊന്നും നിങ്ങളൊന്ന് ക്ഷമിച്ചോളണം. അയിലിൻ്റെ വക ക്യാബേജ് എല്ലാം കട്ട് ചെയ്യാനുണ്ട്. ഓക്കെ, നമ്മൾ സംഭാരം റെഡി ആയിട്ടുണ്ട്. ഒന്ന് ഇളക്കി കാണിച്ചു കൊടുത്ത. ഓക്കെ, സംഭാരം റെഡി. അയിലിൻ്റെ പണി കഴിഞ്ഞു, കറിവേപ്പില കഴിഞ്ഞാൽ പിന്നെ ഇത് ചെയ്യണം എന്നെല്ലാം പറഞ്ഞിട്ട് ബാക്കിലേ നടന്ന് അവസാനം ക്യാബേജ് കട്ട് ചെയ്യാൻ കൊടുത്ത് അതൊരു വിധത്തിൽ കട്ട് ചെയ്തിട്ട് തന്നിട്ടുണ്ട്. അങ്ങനെ ക്യാബേജ് വറവായി. എല്ലാം ഈസി ആയിട്ടുള്ള പണികളെല്ലാം നമ്മൾ വേഗം തീർത്ത് ക്യാബേജ് വറവ്, ബീൻസ് വറവ് അതെല്ലാം റെഡിയാക്കി വെച്ച് നമ്മൾ ഏകദേശം ഒരു 10 ഐറ്റംസ് ഇന്ന് ഉണ്ടാക്കുന്നുണ്ട്. എല്ലാം കൂടിയിട്ടാണ് 10 ഐറ്റംസ്. തീരെ താല്പര്യമില്ലാത്തൊരു ജോലിയാണ് ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൂട്ടുകറി ഉണ്ടാക്കി. പിന്നെ പുളിയിഞ്ചി എന്ന് പറയുന്നത് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഐറ്റമാണ്. ഇഞ്ചിപ്പുളി റെഡി. കിട്ടോ? ഓക്കെ, ഇനി എന്തെല്ലാം ബാക്കിയുള്ളത്? അവിയൽ, സാമ്പാർ, മോരുകറി റെഡിയല്ലോ ഇവിടെ ഇല്ലേ? പരിപ്പ് കറി ക്യാൻസൽ, രസം ക്യാൻസൽ. എന്താണ് ടൈം നോക്ക്? 1:30 ആവാനായി. ഓക്കെ, നമ്മളിപ്പോൾ രസത്തിന് വേണ്ടിയിട്ടുള്ള കടുക് പൊട്ടിച്ച് ഉള്ളിയിട്ട് തക്കാളി ഇട്ട് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മളെ മോര് കറി റെഡിയായിരിക്കുന്നു. നമ്മൾ രസം റെഡിയായി, മോരുകറി റെഡിയായി, ഓൾമോസ്റ്റ് എല്ലാം റെഡിയായി. അതിനുശേഷം മെയിനായിട്ടുള്ള സാമ്പാർ റെഡി ആകുമ്പോഴത്തേക്ക് എൻ്റെ ഗ്യാസ് തീർന്ന്. അങ്ങനെ ഇൻഡക്ഷൻ കുക്ക് എടുത്ത് അതിൻ്റെ അകത്ത് കുറച്ച് സാമ്പാർ ഉണ്ടാക്കുന്ന സംഭവമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സാമ്പാർ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന സാമ്പാറൊന്നുമല്ല, യൂട്യൂബിൽ എന്തൊക്കെയോ പറഞ്ഞ് അതുപോലെ ഉണ്ടാക്കാൻ ശ്രമിച്ചു. മോശമില്ലാത്ത റിസൾട്ട് വന്നതാണ് എൻ്റെ ഒരു ഇത്. എന്നാലും കുഴപ്പമില്ല. അവസാനം പപ്പടം വരെ നമ്മൾ ഇൻഡക്ഷനിൽ ചെയ്യേണ്ടി വന്നു. അപ്പോൾ അയിലിൻ്റെ നല്ല ആവേശനു ഇതെല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നോക്കിയാ കഴുകി വെച്ച് തന്നെയാ കഴുകണോ? ശരിക്കും നമ്മള് ഇതിൽ നിന്നാണെങ്കിൽ ഇങ്ങനെ ആക്കിട്ട് നമ്മൾ അന്ന് ഞാൻ കഴുകിത്തരാം. എത്ര എണ്ണ ഉള്ളത്? 1 2 3 4 4 ഇത് മൊത്തം എടുത്തരും. അതെല്ലാം എടുക്കും. ഓ, ഇത് മോരുകറിയിലെ കപ്പില് അതിനൊരു സ്പൂൺ എടുക്കും.
ഇതാ മോര് കറി ഇത് ഉദ്ദേശിക്കുന്നത്? അല്ല അതാ ഒരു അത് കുക്കുംബർ കിച്ചടി. അതിന്റെ ഒരു സ്പൂൺ എടുക്കാം. അത് എനിക്ക് എന്താ രസം നല്ല പുളി പുളിയിഞ്ചി മോര് ഏതാണോ മോര് കറി? അതന്നെ മോര് അത് കറി. കുക്കുംബർ കിച്ചടി. ആ മോര് കറി ഉണ്ടാക്കിയിട്ടില്ല. അത് ഉണ്ടാക്കിയാ നോക്കട്ടെ ഗൈസ്. മോര് കറി സ്റ്റവിൻ്റെ മേലെ തന്നെ ഉണ്ടായിരുന്നു. അത് നമ്മളെടുത്ത് വന്നിട്ടുണ്ട്. ഗ്യാസ് പെട്ടെന്ന് തീർന്നുകൊണ്ട് നമ്മളത് അതിൻ്റെ മേലിലുള്ളത് തീരെ ശ്രദ്ധിച്ചില്ലേനു. അങ്ങനെ അതും കിട്ടി. ബാക്കിയെല്ലാം ഏകദേശം പേരെല്ലാം മറന്നു പോയിനെങ്കിലും സാരമില്ല. നമ്മൾ അടിപൊളിയായിട്ട് ഇഷ്ടത്തോടെ തിന്ന് എല്ലാവരും നിലത്തിരുന്ന് കുറേ കാലം കൂടിയിട്ടാണ് ഒരു ഓണസദ്യ കഴിക്കുന്നത്. ഇത്രയേ ഉള്ളൂ നമ്മളൊരു ചെറിയൊരു ഓണസദ്യ. അല്ലാണ്ട് ഭയങ്കരമായിട്ട് സെലിബ്രേഷനൊന്നും കാര്യങ്ങളൊന്നും ഇല്ല. എന്തായാലും ഈ ഒരു ഓണസദ്യ ഉണ്ടാക്കലും ഇതന്നെ ഭയങ്കര ഒരു എക്സ്പീരിയൻസ്. മക്കളെല്ലാം എൻജോയ് ചെയ്തു. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഞാനിപ്പോൾ കുറച്ച് വീഡിയോയിൽ ചെയ്യേണ്ട നല്ല മൂഡിൽ തന്നെ ഉള്ളത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യുക. പിന്നെന്താ കമൻറ്റ് ചെയ്യുക. എന്താണ് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് തോന്നുന്നത്? ഏതെങ്കിലും ഐറ്റംസ് എന്തെങ്കിലും കുറവുണ്ടോ കൂടുതലുണ്ടോ എന്നെല്ലാം ഉള്ളത് കമൻറ്റ് ചെയ്തിട്ട് എന്നെ അറിയിക്കുക. ഓക്കെ ബൈ ബൈ. സീ യു നെക്സ്റ്റ് ടൈം. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.